വിജയപ്രതീക്ഷ നന്നായിട്ട് തന്നെ നല്ല ഭൂരിപക്ഷത്തിനും ജയിക്കും. ഇല്ലില്ല, ഞങ്ങൾ ആരെയും അങ്ങനെ ഇതും വ്യക്തിഗതമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രാഷ്ട്രീയമാണ്. കേരള സർക്കാരിനെ വിലയിരുത്താനുള്ളതാണ്. ആ വിലയിരുത്തൽ പാലക്കാട് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടു. ഈവൻ ചേലക്കരയിലും കണ്ടു. LDF ജയിച്ചെങ്കിൽ പോലും അവരുടെ ഭൂരിപക്ഷം ചേലക്കരയിലും ഗണ്യമായി കുറഞ്ഞു. ഇപ്പോൾ തൃക്കാക്കരയോ പുതുപ്പള്ളിയിലോ അതിന് വേറെ ചില ഫാക്ടറികൾ ഉണ്ടെന്ന് വേണേൽ പറഞ്ഞാൽ പോലും സർക്കാരിനെതിരെയുള്ളൊരു ജനവികാരം ശക്തമാണ്. അതിനെ ഒന്നുകൂടി നിലമ്പൂരിൽ ഞങ്ങൾ അരക്കിട്ടുറപ്പിക്കും. നിങ്ങളുടെ പുതിയ ടീമിന്റെ ആദ്യത്തെ മത്സരം കൂടിയായിരുന്നു. അത് ശരിയാണ്. ടീം വർക്ക് വളരെ സജീവമായിരുന്നു. അവിടെ AP അനിൽകുമാറിൻ്റെ ജില്ലയാണ്. അതുപോലെ ഷാഫിക്ക് നല്ല ബന്ധമുണ്ട്. വിഷ്ണുവിനും എല്ലാം നല്ല പുതിയ UDF കൺവീനർ അടൂർ പ്രകാശ് അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. KC വേണുഗോപാലിൻ്റെ ശക്തമായ പിന്തുണയും സാന്നിധ്യം ഉണ്ടായിരുന്നു. എവരിബഡി വാസ് ദേർ. എടുത്തു പറഞ്ഞ AP അനിൽകുമാർ VS ജോയിൻ തന്നോടൊപ്പമുണ്ട്. അതെ, അവരാ ജില്ലക്കാരല്ലേ, ജോയിയുടെ നാടല്ലേ, ജോയി അവിടുത്തെ ഓർഡറല്ലേ. നിങ്ങളെല്ലാ ആരൊക്കെ അതിന് ശ്രമിച്ചു അവരൊക്കെ ദയനീയമായി പരാജയപ്പെട്ടു. വെറും പരാജയമല്ല, ദയനീയമായി പരാജയപ്പെട്ടു. ആ കുട്ടി പറഞ്ഞതെന്താ, കോൺഗ്രസ് ജയിക്കണം, അതാണ് അച്ഛൻ്റെ പാർട്ടി എന്നാണ് പറഞ്ഞത്. അത് ഞങ്ങൾക്ക് ആദ്യമേ തന്നെ അറിയാമായിരുന്നു. 23 ഫലം വരുമ്പോൾ CPM ഞെട്ടും എന്നുള്ളതാണ്. ഞെട്ടിത്തെറിക്കും.